In the last class, we have studied Coulomb's law and its vector form. Coulomb's law അതിൻ്റെ വെക്ടർ ഫോമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ കണ്ടത്. ഇന്ന് നമുക്ക് പുതിയൊരു കാര്യം പഠിക്കാം. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ ഇൻ ഇലക്ട്രോസ്റ്റാറ്റിക്സ്. പ്രിൻസിപ്പിൾ ഓഫ് സൂപ്പർപൊസിഷൻ. Principle of superposition in electrostatics. So today we study the principle of superposition. Let us look at it. You know, if there are two charges in a region, the electric force between them can be found using the Coulomb's law. Now, suppose there are more than two charges in a region. How will we find the force on any one charge due to the others? സ്പേസിൽ രണ്ട് ചാർജുകൾ ഉണ്ടെങ്കിൽ അവ തമ്മിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് കാണാൻ നമുക്ക് കൂളോംസ് ലോ ഉപയോഗിക്കാം. പക്ഷേ സ്പേസിൽ രണ്ടിലധികം ചാർജുകൾ ഉണ്ടെങ്കിലോ ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മുകളിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് കാണാൻ നമ്മൾ ഈ പുതിയ പ്രിൻസിപ്പിൾ ഉപയോഗിക്കും. ക്ലിയർ സ്റ്റേറ്റ്മെൻറ്റ്. ഇഫ് ദർ ആർ 3 or more charges in a region, the total electric force on any one charge is the vector sum of all the electric forces exerted on that charge by all other charges. സ്പേസിൽ മൂന്നോ അധികമോ ചാർജ് ഉണ്ടെങ്കിൽ ഏതെങ്കിലും ഒരു ചാർജിൻ്റെ മുകളിലുള്ള ഇലക്ട്രിക് ഫോഴ്സ് എന്നത് ആ ചാർജിൻ്റെ മുകളിൽ ബാക്കിയുള്ള എല്ലാ ചാർജുകളും എക്സേർട്ട് ചെയ്യുന്ന ഇലക്ട്രിക് ഫോഴ്സുകളുടെ വെക്റ്റർ സം ആയിരിക്കും. ഇഫ് ദർ ആർ 3 or more charges in a region, the total electric force on any one charge is the vector sum of all the forces acting on that charge due to all other charges. Here, for example, there are 3 charges in space as in figure. Say plus Q1 at A, second charge plus Q2 at B, a third charge plus Q3 at C. The 3 charges Q1, Q2 and Q3 at A, B and C as in figure. Here, അവ തമ്മിലുള്ള ദൂരം, ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്യുന്നു. നോക്കിയോ, R12 R23 എന്ന് എഴുതാം. ഇത് എങ്ങനെ എഴുതാം? R13 എന്ന് എഴുതാം. വാട്ട് ഈസ് ദ ടോട്ടൽ ഇലക്ട്രിക് ഫോഴ്സ് ഓൺ ചാർജ് Q1? We are going to find out the total electric force on charge Q1 due to the other charges. For that we apply the principle of SP. What is it? The total force on charge Q1 is the vector sum of all the forces on Q1 due to other charges Q2 and Q3. That is, first we find out force on Q1 due to Q2. Force on Q1 due to Q2. Q2 എന്ന ചാർജ് Q1ൻ്റെ മുകളിലാക്കുന്ന ഫോഴ്സ് എങ്ങോട്ടായിരിക്കും? ഈ ദിശയിലായിരിക്കുമല്ലോ, റിപ്പൾസീവാണ്. ആ ഫോഴ്സ് നമുക്ക് പേര് കൊടുക്കാം ഫോഴ്സ് ഓൺ 1 ഡ്യൂ ടു 2, F12. ഇതാണ് Q2 ചാർജ് Q1ൻ്റെ മുകളിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സ് F12. സിമിലർലി ദ ഫോഴ്സ് ഓൺ ചാർജ് Q1 ഡ്യൂ ടു Q3 is F13. എങ്ങോട്ടായിരിക്കും? ഇറ്റ് വിൽ ബി ഇൻ ദിസ് ഡയറക്ഷൻ. എങ്ങനെ എഴുതാം? F13 എന്ന് എഴുതാം.
ഇനി അല്ലേ Q1 നമ്മൾ ആകെ ഫോഴ്സ് എത്ര ഈ രണ്ട് ഫോഴ്സുകളിൽ തുക അല്ലേ വെക്ടർ സം കാണാൻ നമുക്ക് പാരലോഗ്രാമിൽ ഉപയോഗിക്കാം പാരലോഗ്രാമിൽ അങ്ങനെ ഉപയോഗിക്കുക അല്ലേ F12യും F13യും അഡ്ജസൻറ്റ് സൈഡ്സ് ആയിട്ട് വരുന്ന പാരലോഗ്രാം ഏകദേശം ഇങ്ങനെ ഉണ്ടാവും അതിൻ്റെ ഡയഗ്രാമിൽ ഞാൻ വരച്ചിട്ടുണ്ട് ഇതായിരിക്കും ഫോഴ്സ് ഓൺ വൺ ടോട്ടൽ ഫോഴ്സ് ഓൺ ക്ലിയർ ഇതാണ് പ്രിൻസിപ്പിൾ ഓഫ് SP അല്ലേ വി ക്യാൻ റൈറ്റ് ടോട്ടൽ ഫോഴ്സ് ഓൺ അല്ലേ F1 എത്ര F12 പ്ലസ് F13 ഇങ്ങനെ ഏതാ K Q1 Q2 ബൈ R12 സ്ക്വയർ യൂണിറ്റ് വെക്ടർ ഇടാം അല്ലേ R21 ഇടാം പ്ലസ് K Q1 Q3 ബൈ R13 സ്ക്വയർ ഇൻറ്റു R31 യൂണിറ്റ് വെക്ടർ ക്ലിയർ ഇത് മാറ്റി വേണമെങ്കിൽ Q1 ഇൻറ്റു Q2 ബൈ R12 സ്ക്വയർ R21 പ്ലസ് Q3 ബൈ R13 സ്ക്വയർ R31 വേണമെങ്കിൽ എഴുതാം This is the total force on charge Q1 due to the charges Q2 and Q3. This is the principle of SP in electrostatics, which we can make use of in the case there are more than two charges. Clear? ഇവിടെ പ്രിൻസിപ്പിളിൻ്റെ സ്റ്റേറ്റ്മെൻറ്റിനേക്കാൾ പ്രധാനം പക്ഷേ ചോദിക്കുക അതിൻ്റെ അപ്ലിക്കേഷൻസാണ് പ്രോബ്ലംസ് ചെറിയ ചെറിയ പ്രോബ്ലംസ് ഇവിടെ നിന്ന് വരാൻ പറ്റും നമുക്ക് പ്രിൻസിപ്പിൾ ഓഫ് SP ഉപയോഗിച്ചിട്ട് ഒന്നോ രണ്ടോ എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം ക്ലിയർ Yes, so let's apply the principle of SP. For example, suppose there are two charges plus Q and another charge same magnitude same sign plus Q ഒരേ ചിഹ്നമുള്ള ഒരേ മാഗ്നിറ്റ്യൂഡുള്ള രണ്ട് ചാർജുകൾ ക്ലിയർ R അകലത്തിൽ വെച്ചേക്കുകയാണ് ടു ചാർജസ് പ്ലസ് Q and plus Q placed at say A and B. Clear. Suppose a third charge Q is placed at the center of the line joining them. C charge Q plus Q വെച്ചേക്കുന്നത് What will be the total force on middle charge? നടുവിലുള്ള ചാർജിനുള്ള ഫോഴ്സ് എത്രയായിരിക്കും നടുക്കത്തെ ചാർജ് നമുക്ക് എടുക്കാം Q0 ക്ലിയർ Q0 ഇവിടെ Q0 എന്ന സിയിൽ വെച്ച ചാർജിന് മുകളിലെ ഫോഴ്സ് 0 ആയിരിക്കും The total force on charge Q0 at C will be 0. Why? Because the two charges at A and B exert the same force on Q0. Distance same ആണ് പക്ഷേ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ആണ് അല്ലേ പ്ലസ് Q എയിലുള്ള ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ് വലത്തേക്കായിരിക്കും ബിയിലെ ചാർജ് ഉണ്ടാക്കുന്ന ഫോഴ്സ് ഇടത്തേക്കായിരിക്കും രണ്ടിനും ഒരേ മാഗ്നിറ്റ്യൂഡാണ് ഡയറക്ഷൻ ഓപ്പോസിറ്റാണ് അപ്പോൾ നെറ്റ് ഫോഴ്സ് എത്ര 0 രണ്ട് തുല്യ ചാർജുകൾ ടു ഈക്വൽ ലൈക്ക് ചാർജസ് ആർ കെപ്റ്റ് ഇൻ സ്പേസ് ആൻഡ് ഇഫ് യു പ്ലേസ് എ തേർഡ് ചാർജ് അറ്റ് ദ മിഡ് പോയിൻറ്റ് ബിറ്റ്വീൻ ദം നെറ്റ് ഫോഴ്സ് ഇസ് 0. എ സിമ്പിൾ എക്സാമ്പിൾ ഫോർ ദ പ്രിൻസിപ്പിൾ ഓഫ് SP. A simple example for the principle of SP. Clear. Now take a different case. Problem. Two charges. ഏതൊക്കെ പ്ലസ് Q and plus 4Q ഒരേ ചാർജല്ല Qയും 4Qയും are placed apart. At what point between them? Between them will
എ തേർഡ് ചാർജ് if kept will experience equilibrium. നോക്കാം, നെറ്റ് ഫോഴ്സ് 0. ഇവിടെ ക്യൂവും 4Q പ്ലസ് Q പ്ലസ് 4Q ആറ് പാർട്ടാണ്. അവയ്ക്കിടയിൽ ഒരു മൂന്നാമത് ചാർജ് എവിടെ വെച്ചാലാണ് നെറ്റ് ഫോഴ്സ് 0 എക്സ്പീരിയൻസ് ചെയ്യാം. ക്ലിയർ? യെസ്.